ജയിലറയിലിരുന്ന് സർക്കാരിനെയും സൈന്യത്തെയും ഞെട്ടിച്ച ഇമ്രാൻഖാൻ. മാജിക് നമ്പർ ഉറപ്പിക്കാനുള്ള പാർട്ടികളുടെ പെടാപ്പാട്. അട്ടിമറി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും അക്രമങ്ങളും. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും വിജയിയാരെന്ന് പ്രഖ്യാപിക്കാനാകാത്ത വിധിയെഴുത്ത്. ഒടുവിൽ അനിശ്ചിതത്വങ്ങൾക്ക് അറുതിയാകുന്നു. പാകിസ്ഥാനിൽ ഭരണചിത്രം തെളിഞ്ഞു. ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ 6 പാർട്ടികളുടെ സഖ്യം സർക്കാർ രൂപീകരിക്കും. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന് പുറമെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, മുദാഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ, PMLQ, ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി, JUIF എന്നീ പാർട്ടികളുമുണ്ട് സഖ്യത്തിൽ. ദേശീയ അസംബ്ലിയിൽ നിലവിൽ 152 സീറ്റാണ് സഖ്യത്തിനുള്ളത്. സംവരണ സീറ്റുകൾ കൂടി കണക്കാക്കിയാൽ 169 എന്ന കേവല ഭൂരിപക്ഷം കടക്കാൻ ഈ കൂട്ടുകെട്ടിനാകും. നവാസ് ഷെരീഫ് ഒരിക്കൽ കൂടി സർക്കാരിന്റെ തലപ്പത്തെത്തുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് പാർട്ടിയിൽ നിന്ന് അപ്രതീക്ഷിത പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിന് മുൻപ് നവാസാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ച ഷെഹബാസിനെ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി നിർദ്ദേശിച്ചു. ഒപ്പം മകൾ മരിയം ഷെരീഫിന് പഞ്ചാബ് മുഖ്യമന്ത്രി പദവും. പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മറ്റ് സഖ്യകക്ഷികളുടെ താൽപര്യം പരിഗണിച്ചാണ് ഷെഹബാസിന്റെ പേര് ഒരിക്കൽ കൂടി എത്തുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മരിയത്തിന്റെ പ്രവേശനം എളുപ്പമാക്കുക കൂടി ഈ മാറി നിൽക്കലിന് കാരണമാണ്. പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുമെങ്കിലും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മന്ത്രിസഭയിൽ ചേരില്ല. ബിലാവൽ ഭൂട്ടോ സർദാരിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള നിരന്തര ശ്രമത്തിനൊടുവിൽ PPP പിൻവാങ്ങുകയായിരുന്നു. ഇവരെ രണ്ടാം ഘട്ടത്തിൽ മന്ത്രിസഭയിലെത്തിക്കാമെന്നാണ് PMLN പ്രതീക്ഷ വയ്ക്കുന്നത്. ആസിഫ് അലി സർദാരി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലെത്തും. പിന്തുണ വിഷയാധിഷ്ഠിതമെന്ന PPPയുടെ നിലപാട് സർക്കാരിന് തലവേദനയാകുമെന്ന് ഉറപ്പ്. ദേശീയ അസംബ്ലിയിലേക്ക് 92 പേരെ വിജയിപ്പിച്ച ഇമ്രാൻഖാന്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയാണ് പ്രകടനത്തിൽ മുന്നിൽ. എന്നാൽ നായകൻ ജയിലറയിലുള്ള പാർട്ടിക്ക് സർക്കാർ രൂപീകരണം സാധ്യമല്ല. ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിൽ PTI ഭരണം പിടിച്ചു. പഞ്ചാബിൽ 116 സീറ്റുമായി PML നവാസിന് തൊട്ടുപിന്നിൽ. രാജ്യത്തിന്റെ നന്മയ്ക്കായി എതിർപ്പ് മറികടന്ന് സർക്കാരിൽ ചേരുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് PTIയോട് പറയുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ 2 രാഷ്ട്രീയ ധ്രുവങ്ങളേ ഉള്ളൂ. ഇമ്രാൻ പക്ഷവും ഇമ്രാൻ വിരുദ്ധ പക്ഷവും. ജനങ്ങൾ ഇമ്രാനൊപ്പമെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. ജനവിധി മറികടക്കാനുള്ള എതിരാളികളുടെ ഐക്യ നീക്കത്തിന് എത്ര കാലത്തെ ആയുസുണ്ടെന്ന് കണ്ടറിയണം. ഒരുമിച്ച് നിൽക്കാമെന്ന് PMLN ഇമ്രാനോട് നിരന്തരം ആഹ്വാനം ചെയ്യുന്നത് ആ സന്ദേഹം കൊണ്ടുതന്നെ.